13-കാരി നൽകിയ വ്യാജ പീഡന പരാതിയിൽ പത്തനംതിട്ട കൂടൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മാതാപിതാക്കൾ. 4 കുട്ടികളുടെ മാതാപിതാക്കളാണ് പോലീസിനെതിരെ രംഗത്ത് വന്നത്. മനോവിഷമത്തിൽ ഒരു കുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്നും രക്ഷിതാക്കൾ പറയുന്നു. 13-കാരിയുടെ വ്യാജ ബലാത്സംഗ ആരോപണത്തിൽ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ രക്ഷിതാക്കൾ കൂടെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി വരികയാണ്. ഈ കുട്ടികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകളോ കാര്യങ്ങൾ എന്തെങ്കിലും തന്നിട്ടില്ല. ഒരു വെളുപ്പിന് 6:30 ആയി കാണും. വീട്ടിന്റെ 4 മൂലയ്ക്ക് വന്ന് പോലീസുകാർ ചുറ്റും വളഞ്ഞിട്ടാണ് കതകി തട്ടുന്നത്. നമുക്കറിയത്തില്ല വീട്ടിലെ പുറകിലൊക്കെ പോലീസ് ഉണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ വന്ന് ഡോർ തുറന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൽ 2 പേര് നിൽപ്പുണ്ട്. ആരാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പോലീസുകാരാ. സ്കൂളിൽ നടന്നൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മോനെ അറസ്റ്റ് എന്നൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ മോൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചു. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് ചോദിക്കാനാന്ന് പറഞ്ഞു. കുഞ്ഞിനൊരു വെന്നി മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ അവനൊരു ഷർട്ട് കൂടെ എടുത്തിട്ട് അവൻ മോനെ ഇങ്ങനെ ഇറങ്ങി വന്നു പറഞ്ഞു സാറിൻ്റെ ഫ്രണ്ടിലോട്ട് നിർത്തി. എന്തോ സാറേ ഏതാണ്ട് എൻ്റെ മോൻ പറഞ്ഞു ഇങ്ങോട്ട് നിർത്തി. ആ നിർത്തിയ സമയത്ത് എളുപ്പം ഒരുങ്ങും. അവൻ്റെ അച്ഛൻ എന്ത് ചെയ്യുക ഉണ്ടെന്ന് പറഞ്ഞു. അവൻ്റെ അച്ഛനെ കൂടെ ഒരുക്കാൻ ഷർട്ട് ഇടാൻ പറഞ്ഞു. അവൻ്റെ അച്ഛനും ഒരുങ്ങി എളുപ്പം വരാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഞാൻ ബൈക്കിൽ വന്നാൽ മതിയോ, കാരണം തിരിച്ചു വരാൻ ഞങ്ങളുടെ വണ്ടിക്കൂലിയില്ല, അച്ഛൻ്റെ മോൻ്റെ ഇല്ല. അപ്പോൾ പറഞ്ഞു വേണ്ട, നിന്നെ ഞാൻ വണ്ടി തന്നെ കൊണ്ടുവിടാടാന്ന്. അപ്പോൾ അവരുടെ ആ ഒരു ചൂടാവൽ കേട്ടോണ്ടാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ വീട്ടിലോട്ട് ഓടിപ്പോയി എൻ്റെ മാതാപിതാക്കളോട് വിവരം പറഞ്ഞു. ഞങ്ങളിവിടെ വന്നിട്ടും അവരിവിടെ കൊണ്ടുവന്നിട്ടില്ല. അവർ മറ്റുള്ള കുട്ടികളെ തപ്പാൻ നടക്കുക. കാള പറ്റുമെന്ന് കേട്ടപ്പോഴേ കയറെടുക്കാൻ നിന്ന കൂടൽ പോലീസ്. ഇതിന് നേരെ നല്ല രീതിയിൽ എല്ലാവരും പ്രതികരിക്കണം. കാരണം ഒന്നും അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങളെ ഈ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ശിക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് കൂടൽ പോലീസ് നിന്നത്. ഇതിലെ 2-3-4 കുട്ടികളെ അവന്മാർ ശരിക്കും അപമാനിച്ചു, ചീത്ത വിളിച്ചു. അവന്മാരെ കുട്ടികളെ മക്കളെ ഉപദ്രവിച്ചില്ല, പക്ഷെ അമ്മമാർക്കും അച്ഛന്മാരും എന്ന് പറഞ്ഞ് പല രീതിയിൽ ചീത്ത വിളിച്ചു. ഇതിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു രക്ഷിതാവിന്റെ കുഞ്ഞിനെ കോളറി പിടിച്ചു പോക്കി, ഉടുപ്പി പിടിച്ചു പോക്കി. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെയൊക്കെ ജയിലിലിടും. നീ സമ്മതിക്കണം. കാരണം കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു ഇവർ ചെയ്തത്. നിങ്ങൾ സമ്മതിച്ചാൽ നിങ്ങളെ ഇന്ന് തന്നെ വെറുതെ വിടാം. സമ്മതിച്ചില്ലാത്ത പക്ഷം നിങ്ങളെ ജയിലിലടയ്ക്കുക തന്നെ ചെയ്യും. ഇതിനകത്ത് കൂടുതലും പോലീസുകാരെ ഞങ്ങൾ ആ 7 മണിക്ക് ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 7 മണി മുതൽ ഞങ്ങളുടെ മക്കളെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവരുടെ പുറകെ നടക്കുക. എന്നിട്ട് ഇവർ കുഞ്ഞുങ്ങളെ കാണിക്കത്തില്ല. നിങ്ങൾ ഇറങ്ങുന്നു പറഞ്ഞ് ഞങ്ങളെ തള്ളി മാറ്റും. ആ പൊടി കുഞ്ഞുങ്ങൾ 15 വയസ്സുണ്ടെങ്കിൽ തന്നെ അതിൻ്റെതായിട്ടുള്ള പക്വത ആ കുഞ്ഞുങ്ങൾക്കില്ല. എന്നിട്ടും ഈ കുഞ്ഞുങ്ങളൊന്ന് മൂത്രമൊഴിക്കാനോ ഒന്ന് ബാത്റൂമിൽ ടോയ്ലറ്റ് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ അവർ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യേണ്ട കുട്ടികളാണ്. ഇവർക്ക് അതൊന്നും ചെയ്യാനൊന്നും അനുവാദം പോലും കൊടുക്കാതെ ഇവരിതിനകത്ത് വെച്ച് കുട്ടികളെ എന്തോ ചെയ്തത് നമ്മൾ രക്ഷകർത്താക്കൾ ചോദിച്ചിട്ട് അവർ പറയുന്ന പോലും ഇല്ല. ഇതെന്തോ ഇവർ ചെയ്യുന്നത്, എന്തോ കാണിക്കുന്നതെന്ന്. 2 പേര് അപ്പുറം ഇങ്ങനെ കൈ മുറുക്കി പിടിച്ച്. ഇവർ കൊലയാളികളൊന്നുമല്ല, ആരെയും കൊന്നിട്ടില്ല. കൊന്നിട്ടുള്ള മനുഷ്യരെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ അപ്പുറം കൈ കട്ടയ്ക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് ഞാൻ അടുത്ത റൂമിലോട്ട് തള്ളുക. അപ്പോൾ അവിടെ കുറേ ഉദ്യോഗസ്ഥരിക്കുന്നു. അവർ ചോദിക്കുന്നു, മാറിയും തിരിഞ്ഞ് ചോദിക്കും. അപ്പോഴും ഈ കുഞ്ഞുങ്ങൾ പറയുന്നത് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ പിന്നെ എന്തിനു സമ്മതിക്കണം. ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാ പെണ്ണ്, പക്ഷേ ഞങ്ങൾ എന്തിനു സമ്മതിക്കണം, ഞങ്ങൾ ആ കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല എന്നാ ഈ കുട്ടികൾ പറയുന്നത്. ഇപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് കുട്ടികളുടെ അവസ്ഥ എന്താണ് ഇപ്പം നിലവിൽ? ചാടി ചാവാൻ പോയി. ഈ സ്കൂളിൽ പഠിക്കാൻ പോകുന്നില്ലെന്നാണ് പറയുന്നത്. അവർക്ക് ആർക്കും വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി. ഇപ്പോൾ ഒരു കൊച്ചു പിള്ളേർ വന്ന് അവരെ കൈ പിടിക്കുമ്പോൾ രക്ഷകർത്താക്കളൊന്ന് പിടിച്ചുകൊണ്ട് പോവുക. അവരുടെ കൂടണ്ട, അങ്ങനെയുള്ള പിള്ളേരാ കൂടണ്ടെന്ന് പറഞ്ഞിട്ട്. രാവിലെ 6 മണിക്ക് പത്തനംതിട്ട വന്ന് എൻ്റെ മോനെ കൊണ്ടിരുന്നത്. ഞാൻ പുനലൂരായിരുന്നു. എന്നിട്ട് ഒരു പോലീസുകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ മോനെ സ്റ്റേഷനിൽ കൊണ്ടുപോകുക. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്ത് സാറേ വിഷയം എന്ന് വെച്ചാൽ പറഞ്ഞു അത് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു. സ്റ്റേഷനിൽ വന്നിട്ട് ഞങ്ങളെ കുഞ്ഞുങ്ങളെ കാണിക്കത്തില്ല. എൻ്റെ മകൻ്റെ കോളറിൽ കയറി പിടിച്ചിട്ട് അവർ പറഞ്ഞു നീ പറയണ മറ്റേ മോനെ, നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇതിനകത്ത് ഞങ്ങൾ വെളിയിൽ വിടത്തില്ലെന്ന് പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയാണ് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു സംശയത്തിന്റെ പേരിൽ പിടിച്ചുകൊണ്ടുവന്നതും അവിടെ ഇത്തരത്തിലുള്ള മാനസിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നതും. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. നിതിൻ തന്നെ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. നിതിൻ, വളരെ ഗൗരവമുള്ളൊരു പരാതിയാണ് ഉയരുന്നത്. 13 വയസ്സായ ഒരു പെൺകുട്ടിയാണ് ആരോപണം ഉന്നയിക്കുന്നത്. അത് സ്കൂളിൽ നിന്ന് വളരെ ഗുരുതരമായ ആരോപണം. അപ്പോൾ സ്വാഭാവികമായും പോലീസ് ആ ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ടതുണ്ട്. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു സ്ഥിരം കുറ്റവാളിയല്ല, അതേ പ്രായത്തിലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ 1-2 വയസ്സ് മാത്രം കൂടുതലൊക്കെയുള്ള കുട്ടികളാണ് എന്നൊരു പരിഗണന പോലും ഇല്ലാതെ പോലീസ് പെരുമാറിയോ? ഇത് ഒരു ഓവർ റിയാക്ഷൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ? എന്താണ് നമുക്ക് ഇപ്പോൾ ഈ കുട്ടികളുടെ മാതാപിതാക്കളായാലും നേരത്തെ 20 വയസ്സുള്ള ഒരു ഈ കേസിൽ ആരോപിതനായ ഒരാൾ, അതും 20 വയസ്സാണ്, കുട്ടി എന്നൊക്കെ തന്നെ പറയേണ്ടി വരും, ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ ആണെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് പരിഗണിച്ചില്ല, മർദ്ദിച്ചു എന്നൊരു പരാതി കൂടി വന്നിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോലീസിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടൽ പോലീസിനെതിരെയാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഇന്നലെ
20 വയസ്സുള്ള പയ്യൻ കേസിൽ മൊത്തം ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുത്തത് 6 പേരെയാണ്. അതിലെ പ്രായപൂർത്തിയായ 2 പേരിൽ ഒരാളാണ് 20 വയസ്സുള്ള യുവാവ്. അവനെ മർദ്ദിച്ചു എന്നുള്ളതാണ് അവൻ്റെ പരാതി. ആ യുവാവ് ആഭ്യന്തരമന്ത്രിക്കടക്കം എല്ലാവർക്കും പരാതികൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഹൃദ്രോഗിയാണ്, ഹൃദയത്തിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞതാണ്. ആ ഒരു കാര്യം പറഞ്ഞിട്ട് പോലും പോലീസ് വക കൊണ്ടില്ല എന്നാണ് പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുരുതര ആരോപണങ്ങളുമായി ഈ പ്രായപൂർത്തിയാകാത്ത 4 വിദ്യാർത്ഥികളുടെയും അമ്മമാർ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒരു സാധാരണ പ്രതി അല്ലെങ്കിൽ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്ഥിരം കുറ്റവാളിയോട് എങ്ങനെയായിരിക്കുമോ ഒരുപക്ഷെ പെരുമാറുക, ആ ഒരു രീതിയിലാണ് ഈ 15-13 വയസ്സുള്ള കുട്ടികളോട് പെരുമാറിയത് എന്നാണ് ഈ രക്ഷകർത്താക്കൾ നമ്മളോട് പങ്കുവയ്ക്കുന്ന ഒരു കാര്യം. അവരെ തീർച്ചയായിട്ടും പോക്സോ കേസാണ്. പോക്സോ കേസ് ആദ്യം വരുമ്പോൾ തന്നെ ആദ്യം നടപടിയെടുക്കണമെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. പക്ഷേ അതിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് ആര്, അല്ലെങ്കിൽ അവരുടെ പ്രായം, ഇതൊക്കെ പരിഗണിക്കേണ്ട ഒരു കാര്യമല്ലേ എന്നുള്ളതും ഇവിടെ ചോദ്യം ഉയരുകയാണ്. കാരണം ഇത് മൊത്തത്തിൽ ഇതൊരു വ്യാജ കേസാണ് എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ആദ്യം ഈ കുട്ടികളെ പിടിച്ചതും പേടിപ്പിച്ചതും ഒക്കെ എന്തിനായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു തിടുക്കം എന്തിനായിരുന്നു എന്നുള്ളതാണ് ഇവിടെ അവശേഷിക്കുന്ന ഒരു ചോദ്യം. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇപ്പോൾ ഒരു വിശദമായ അന്വേഷണം നടത്തണമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിരിക്കുന്നത്. കാരണം പോക്സോ കേസ് പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉടനടി തന്നെ പെൺകുട്ടി നൽകിയ പേരിൽ നിന്നും ഒരു 6 പേരെ കസ്റ്റഡിയിലെടുക്കുന്നു. അതിൽ 4 പേര് സഹപാഠികളാണ്, പ്രായപൂർത്തിയാകാത്തവരാണ്. പക്ഷേ അവരോട് പോലീസ് വളരെയധികം അപമര്യാദയായിട്ടാണ് പെരുമാറിയത് എന്നാണ് ഇവരുടെ രക്ഷിതാക്കൾ പറയുന്നത്. അവരെ പിടിച്ചുകൊണ്ട് വരുന്നു, പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ചിട്ട് അവരെ രക്ഷകർത്താക്കൾക്ക് കാണാൻ സമ്മതിക്കുന്നില്ല. ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യനോട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമം. കാരണം ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ആണെങ്കിലും മറ്റ് എന്തൊരു അതിൻ്റെ നിയമ സാധുതയാണെങ്കിലും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കാനുള്ള വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവരുടെ മൊഴി എടുക്കുകയാണെങ്കിലും അവരെ ഇതിൽ എന്തൊരു വിശദമായ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യത്തിനാണെങ്കിൽ പോലും അത് കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ വേണം പോകാൻ. പക്ഷേ അത്തരം നടപടിക്രമങ്ങളിലൂടെ പോയില്ല എന്നുള്ളതാണ് ഇവിടെ ഈ രക്ഷിതാക്കൾ ആരോപിക്കുന്ന പ്രധാന ആരോപണം എന്ന് പറയുന്നത്. കുട്ടികളെ മാനസികമായിട്ട് തകർത്തു കളഞ്ഞു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതിലൊരു കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് വരെ ആ രക്ഷിതാക്കൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ശരി, നിതിൻ തോമസ് ആണ് വളരെ ഗൗരവമുള്ള ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 2 വശത്തും കുട്ടികളാണ്. 13 വയസ്സായ ഒരു പെൺകുട്ടിയാണ് പരാതി നൽകുന്നത്. ആരോപിക്കപ്പെടുന്നത് ആണെങ്കിലോ കൂടെ പഠിക്കുന്ന അതിൽ 2 പേർ മാത്രമാണ് പ്രായപൂർത്തിയായവരുള്ളത്. അവർക്ക് പോലും 20 വയസ്സാണ് പ്രായം. അങ്ങനെയുള്ള കുട്ടികളാണ് മറുവശത്തുള്ളത്. പോലീസിന് മുൻപിൽ അതിൽ തെളിവുകൾ ലഭിക്കുന്നത് വരെ അവർ കുട്ടികൾ തന്നെയാണ്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കുന്നവരെ പോലീസിന് അവരെ തൊടാൻ പോലും അവകാശമില്ല. എന്നിട്ടും ഇങ്ങനെ ഒരു ഗുരുതരമായ വീഴ്ച കൂടുതൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായോ? ഈ വിഷയത്തിലാണ് ഇപ്പോൾ അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചിട്ടുള്ളത്.